ഇപ്പോൾ 140 സീറ്റുകളും പരിശോധിച്ചു കഴിഞ്ഞു. മാതൃഭൂമിക്ക് വേണ്ടി കോർ പ്രൊജക്ട് ചെയ്ത 140 സീറ്റുകളിലെ അവസാനത്തെ കക്ഷിനില ഒന്ന് പരിശോധിക്കാം. യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF എത്ര, UDF എത്ര, അതുപോലെ NDA ടൈറ്റ് ഫൈറ്റ് നമുക്ക് അവസാനമായി ഒന്ന് നോക്കാം. ഫൈനൽ ടാലി ഓൺ സ്ക്രീൻ. LDF 66, UDF 62, NDA 0, ടൈറ്റ് ഫൈറ്റ് 12. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. പക്ഷേ UDF-നേക്കാൾ 4 സീറ്റിന്റെ അഡ്വാൻറ്റേജ് LDF-ന്. അതുപോലെ തന്നെ ഈ ടൈറ്റ് ഫൈറ്റിൽ കിടക്കുന്ന 12 സീറ്റുകളായിരിക്കും കേരളം ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുക, അല്ലേ? സ്വാഭാവികമായിട്ടും ഈ 12 സീറ്റുകൾ മാത്രമല്ല, നേരിയ മുൻതൂക്കമുള്ള ഒരു 18 സീറ്റുകളും തോന്നുന്നു. അതായത് 4 താഴെ 4% താഴെ വ്യത്യാസമുണ്ട്. ആ 30 സീറ്റുകൾ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കും. അതിൽ ഏറ്റവും പ്രാധാന്യം ഈ 12 സീറ്റുകളിൽ തീ പാർന്ന മത്സരം നടക്കും. ഈ 12 സീറ്റുകൾ കോർ ആര് ജയിക്കുമെന്ന് പ്രൊജക്ട് ചെയ്യാത്ത സീറ്റുകളാണ്. ആര് ജയിക്കുമെന്ന് പറയാത്ത 12 സീറ്റുകൾ. അവിടെ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ആര് ജയിക്കുമെന്ന് പറയാത്ത 12 സീറ്റുകൾ. 4% താഴെ മാത്രം മേൽക്കൈയുള്ള എത്ര സീറ്റുകൾ? 18 സീറ്റുകൾ. ടോട്ടൽ 30 സീറ്റുകളാണ്. 30 സീറ്റുകൾ. ആ 30 സീറ്റുകൾ ആര് ഭരിക്കും കേരളം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിധിയെഴുത്താകും ഇപ്പോഴത്തെ നിലയിൽ. കോർ പ്രൊജക്ട് ചെയ്യുന്നതനുസരിച്ച് LDF 66 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. UDF 62 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. 12 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ്. അഭിലാഷ്, ഈ 66-ലും 62-ലും നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഭരണം ഉണ്ടാക്കാൻ കഴിയില്ല. 71-ലേക്ക് ആർക്ക് എത്താനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് നോക്കണം. 71-ലേക്ക് എത്താൻ ഏത് മുന്നണിക്കാണ് കൂടുതൽ സാധ്യത? അതിന്റെ റേഞ്ച് നമുക്ക് പരിശോധിക്കാം. ആ റേഞ്ചിലൂടെയാണ് ഏകദേശ ഒരു ചിത്രം നമുക്ക് കിട്ടുക. അതില് ആരാണ് അല്പം മുന്നിൽ, എങ്ങനെയാണ് ഈ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് നോക്കാം. LDF-ന് എത്ര സീറ്റ് വരെ, UDF-ന് എത്ര സീറ്റ് വരെ, NDA-ക്ക് എത്ര സീറ്റ് വരെ, അതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. LDF-ന് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം, UDF-ന് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം, NDA-ക്ക് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം. 66 മുതൽ 78 സീറ്റുകൾ വരെ LDF-ന് കിട്ടാം. 62 മുതൽ 72 വരെ സീറ്റുകൾ UDF-നും കിട്ടാം. 0 മുതൽ 2 സീറ്റുകൾ വരെ BJP-ക്കും കിട്ടാം. അതായത് BJP-ക്ക് പറഞ്ഞത് നിയമവും കഴക്കൂട്ടവും വളരെ ശക്തമായ മത്സരം പാലക്കാട് നടക്കുന്നു. 66, 62 എന്ന് പറയുമ്പോൾ ആരും ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിലാണെങ്കിൽ പോലും ഒരു അല്പം എഡ്ജ് LDF-നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ 110 LDF എത്തുന്നില്ല. VD സതീശൻ അവകാശപ്പെടുന്ന 100 UDF അവകാശപ്പെടും. രണ്ട് മുന്നണികൾക്കും സർവേയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. 62 മുതൽ 72 വരെ സീറ്റുകൾ നേടി UDF കേരളം ഭരിക്കാം. 66 മുതൽ 78 സീറ്റ് വരെ നേടി LDF കേരളം ഭരിക്കാം. 2 സീറ്റ് നേടി NDA-ക്ക് കേരളം ഭരിക്കാൻ പറ്റില്ല. വീണ്ടും 2 സീറ്റ് NDA നേടുകയും ബാക്കിയുള്ളവർ 71 കടക്കാതിരുന്നാൽ വളരെ നിർണായകമായ കേരളത്തിൽ പക്ഷേ എന്തും സംഭവിക്കാം. NDA-ക്ക് വേണമെങ്കിൽ ആര് എന്നുള്ളത് നിർണ്ണയിക്കാൻ ഒക്കെ പറ്റുന്ന ഈ ഒരു റിസൾട്ട് വരികയാണെങ്കിൽ BJP കേരളത്തിലെ സാഹചര്യത്തിൽ അതുണ്ടാവില്ല. അങ്ങനെ ഒരു ആർക്കും മുന്നണി ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് ആരെങ്കിലും പോകുന്ന സാഹചര്യമായിരിക്കും. മുന്നണി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. ഒരുപക്ഷെ റിസൾട്ട് ഇങ്ങനെയാണ് എങ്കിൽ പോലും കൃത്യമായി പറയുകയാണെങ്കിൽ ഈ 12 സീറ്റുകളുടെ കൂടെ തന്നെ നമ്മൾ ആ നേരിയ മുൻതൂക്കമുള്ള 18 സീറ്റുകളും ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ ഈ റിസൾട്ടുകൾ ഓരോ ദിവസം പ്രഖ്യാപിക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും അവിടെ മത്സരിക്കും നമ്മളെ വിളിച്ചിട്ട് എവിടെയാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എന്താണ് അത് മറികടക്കാനുള്ളത്. അപ്പോൾ ആ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ സീറ്റുകളിലും കൂടി ഒരുപക്ഷെ റിസൾട്ടുകൾ മറിയാം. എങ്കിൽ പോലും 62, 66 എന്നുള്ളതാണ് ഒരു കംഫർട്ട്. അല്ലെങ്കിൽ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ അതിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഉറപ്പായും LDF-ന് ജയിക്കാൻ സാധിക്കാൻ പറ്റുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് 62-ല് 12 സീറ്റുകൾ. ഈ നേരിയ മുൻതൂക്കം വരുന്നത് ഇതിപ്പോ അകലെ വരാൻ പോകുന്ന 62 സീറ്റില് LDF-ന് ഉറപ്പായും ജയിക്കാനുള്ള നേരിയ മുൻതൂക്കത്തിന് മുകളിൽ 62 സീറ്റും. അതിലെ 4 സീറ്റാണ് നേരിയ മുൻതൂക്കത്തിൽ. കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, തിരുവമ്പാടി, അരൂർ. ഈ 4 സീറ്റാണ് നേരിയ മുൻതൂക്കം LDF-നുള്ളത്. അതല്ലാതെ ആ നേരിയ മുൻതൂക്കം മാറ്റി നിർത്തി കഴിഞ്ഞാൽ 62 സീറ്റിൽ അവർ ഉറപ്പായും ജയിക്കാം. UDF-ന്റെ നോക്കുമ്പോൾ 48 സീറ്റാണ്. അതായത് 48 സീറ്റ് അവർ ഉറപ്പായും ജയിക്കും നമ്മൾ പറയുന്നു. നേരിയ മുൻതൂക്കമുള്ളത് 14. അതായത് 2.5-നും 4% ഇടയ്ക്കുള്ളത് 14 സീറ്റുകൾ. മഞ്ചേശ്വരം, കുറ്റ്യാടി, കുന്നമംഗലം, തിരൂർ, പാലക്കാട്, തൃശൂർ, തൃപ്പൂണിത്തുറ, ഇടുക്കി, പീരുമേട്, പാല, അടൂർ, ചവറ, തിരുവനന്തപുരം, അരുവിക്കര. ഇവിടെ എന്ത് സംഭവിക്കാം? അത് നേരിയ മുൻതൂക്കമാണ്. മൊത്തം 30 സീറ്റുകളായിരിക്കും കേരളത്തിൽ ആരായിരിക്കും ഭരിക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കാം. ഈ 30 സീറ്റ് അതിൽ ഏറ്റവും കടുത്ത മത്സരം നടക്കുന്നത് നമ്മൾ ടൈറ്റ് ഫൈറ്റിൽ കൊടുത്തത്, അത് പ്രവചനാതീതമായി മത്സരം നടക്കുന്നത് ഈ 12 സീറ്റുകൾ. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഇങ്ങനെ വരുമ്പോൾ ഈ 66-ഉം 62-ഉം വരുമ്പോൾ
LDF എത്ര സീറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട്, UDF എത്ര സീറ്റുകൾ അധികമായിട്ട് ഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ 71ലേക്ക് അല്ലെങ്കിൽ ഈ റേഞ്ചിന് മുൻപ് തന്നെ അവരവരുടെ നമ്മുടെ സാധ്യത, നിലവിലുള്ള സാധ്യത വെച്ച് ഉള്ള ഒരു കണക്ക് കൂടി നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. LDF എത്ര സീറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട്, UDF എത്ര സീറ്റുകൾ അധികമായി പിടിക്കാൻ കഴിയുന്നുണ്ട്. LDF 32 സീറ്റ് നഷ്ടമാവുന്നു. 66 വെച്ച് നോക്കുമ്പോൾ 32, അതായത് 98-ൽ നിന്ന് 32 സീറ്റുകൾ നഷ്ടമായി 66 സീറ്റുകളിലാണ് നിലവിൽ സാധ്യതയുള്ളത്. 20 സീറ്റുകൾ UDF അധികമായി പിടിക്കുന്നുണ്ട്. 42 സീറ്റ് വരെ നഷ്ടപ്പെട്ടേക്കാം. ഈ 12 ടൈറ്റ് ഫൈറ്റ് നടക്കുമ്പോൾ 32 സീറ്റ് വരെ LDF നഷ്ടപ്പെട്ടേക്കാം. UDF 20 സീറ്റ് ഇപ്പോൾ അഡീഷണൽ കിട്ടുന്നു. അത് 32 സീറ്റുകൾ വരെ ആവാം. 10 സീറ്റ് ടൈറ്റ് ഫൈറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട്. അത് അങ്ങനെ വരാം. 30 സീറ്റുകൾ വരെ അഡീഷണൽ 20 മുതൽ 30 സീറ്റ് വരെ UDF അധികം, 32 സീറ്റ് പരമാവധി LDF നഷ്ടം ഉണ്ടാവും.